ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേണ്ടെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അതിന് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറേ തിരക്കായിരുന്നു. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. വീട് നമ്മളൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചുമരൊന്നും തേച്ചിട്ടില്ലായിരുന്നു, നിലമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല, പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ പണിയൊന്നും കഴിയാത്തത് കൊണ്ടും നമ്മുടെ സാധനങ്ങളിലൊക്കെ നിറയെ പൊടിയായിരുന്നു. അപ്പോൾ പൊടി കൊണ്ട് ചുമയും തുമ്മലും ശ്വാസം മുട്ടും എല്ലാം കൂടി. എന്നാലും നമുക്കൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. ഞാൻ തനിയെ ഉള്ളതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്തു. ആ ചുമയും ഒന്നും കാര്യമാക്കാണ്ട് ചെയ്തു. അപ്പോൾ ഒരുവിധം പണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിടപ്പിലായി. നമ്മൾ സാധനങ്ങളെല്ലാം പുറത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വലിയ വലിയ സാധനങ്ങൾ, കട്ടിൽ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് വേറെ റൂമിലേക്ക് കുറച്ച് നാളത്തേക്ക് താമസം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ആ റൂമിലാണ് വെക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെയാണ്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ റൂം ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നമുക്ക് പെരുമാറാനോ ഒന്നും നമുക്ക് പറ്റില്ല. ബാത്റൂം ഉപയോഗിക്കാനോ അടുക്കള ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു റൂമൊക്കെ എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. പക്ഷേ റൂം എടുത്താലും ഞാൻ അധികവും നമ്മുടെ പണി ചെയ്യുന്ന വീട്ടിൽ തന്നെയായിരിക്കും. രാവിലെ ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ വരും. പിന്നെ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വരുന്നത്. കുട്ടികൾ സ്കൂളിലും പോവും. അപ്പോൾ പിന്നെ പണിക്കാരൊക്കെ 5 മണിക്ക് പോവും. പിന്നെ അവിടെ ടാങ്കിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വരുമ്പം 8 മണിയൊക്കെ ആവും കേട്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ പുറത്ത് വെച്ചിരിക്കുക കേട്ടോ. പുറത്തിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ മഴ പെയ്താലും നനയൊന്നുമില്ല. പിന്നെ നമ്മൾ വയറിങ് കാര്യമായിട്ട് ആദ്യം ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വയറൊക്കെ വലിച്ച് ലൈറ്റൊക്കെ ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വയറിങ് ചെയ്തു. ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്തത്, വയറിങ്. അപ്പോൾ അതിൻ്റെ അവർ ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ മാസ്ക് കെട്ടി. പിന്നെ നമ്മൾ മാസ്ക് കെട്ടുമ്പോൾ ഒരു അസ്വസ്ഥത കാരണം കുറേ കെട്ടാണ്ട് വരുന്നു. ആ കെട്ടാണ്ടിരുന്നപ്പം ആ ഡ്രില്ല് ചെയ്ത പൊടി മുഴുവൻ മൂക്കിൽ കൂടെ കയറി എനിക്ക് ശ്വാസം മുട്ടും ചുമയും എല്ലാം വന്നു. ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചുമയാണ്. രാത്രിയൊക്കെ നന്നായിട്ട് വയ്യാണ്ടായി. അപ്പം ഞാൻ തന്നെയാണ് ആ പൊടി മുഴുവൻ അടിച്ച് വാരിയതും ഒക്കെ ചെയ്തത്. വേറെ ആരും തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുട്ടികൾക്കും പൊടിയൊക്കെ അലർജി ആവും പറഞ്ഞ് ഞാൻ അവരൊന്നും അതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചില്ല. ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വയ്യാണ്ടാവുകയും ചെയ്തു. സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെച്ചു കേട്ടോ. ഒരു ബെഡ് മാത്രം എടുത്തു നമുക്ക് ആ റൂമിൽ കൊണ്ടുപോകുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മളിത് അടുക്കളയിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുണികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്ന് തിരഞ്ഞിട്ട് വേണം നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് വരെ എടുക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് വെച്ചാൽ നമുക്ക് നനയും. അപ്പം അടുക്കളയിൽ തേപ്പൊക്കെ കഴിഞ്ഞതാണ്, നിലത്തിൻ്റെ പണി മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം ഓരോ പണി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വയറിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അവർ സിമെൻ്റൊക്കെ ഇറക്കി. ഉള്ളിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഉള്ളിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ചെയ്തു. അതവിടെയൊക്കെ അപ്പോൾ കെട്ടിയതാണ് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ അതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റായിരിക്കും അവർ തേക്കുന്നത്. അപ്പോൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ പണിയും കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല.
നമ്മൾ വീഡിയോ എടുത്ത് വെച്ചാലും അത് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. നമ്മൾ രാത്രിയൊക്കെ വരുന്നതുകൊണ്ട് ഒട്ടും സമയമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. You say that I'm psychotic, but then you like it like that. It's like every time the conversation changes and I want you right